ഞങ്ങൾ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയായിരിക്കും. ഞാനും നെവയും കൂടെ എന്നും രാവിലെ വന്നിട്ട് ഇതിപ്പോൾ ഞങ്ങൾ നെവയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലോണ് ക്രിയേറ്റ് ചെയ്തിട്ട സ്ഥലമാണ്. ലോണിങ്ങനെ ഉണ്ടാക്കിയിട്ടതാണ്. ഇവിടെ പേൾ ഗ്രാസാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പേൾ ഗ്രാസിനകത്ത് നെവയ്ക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മറ്റ് ശല്യങ്ങളൊന്നുമില്ല. കുറച്ച് നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം ഇവിടെ നമുക്ക് ഇത് പിടിപ്പിച്ചെടുക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഞാനിത് ഷീറ്റ് കൊണ്ട് വിരിച്ചതല്ല, അല്ലാതെ കുറച്ച് 2-3 ഷീറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി ഇവിടെ നട്ട് പിടിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഈ പോച്ച വളരുന്നതിനേക്കാളും ഈ പേൾ ഗ്രാസ് വളരുന്നതിനേക്കാളും കൂടുതൽ വേഗത്തിൽ തന്നെ മറ്റ് കളകൾ ഇതിനകത്ത് വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നന്നായിട്ടൊരു കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ടാണ് ഞാനിങ്ങനെ ഗ്രോ ബാഗിൽ ഇഞ്ചിയൊക്കെ വെച്ചേക്കുന്നത്. ഇത് നമ്മളന്ന് കുറേ നാൾ മുമ്പിട്ട് ഈ ഡ്രമ്മിനകത്ത് നട്ട സപ്പോർട്ടയാണ്. നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ശരിക്കും കളയൊക്കെ ആയിട്ടുണ്ട്. ഏത് പറിച്ച് കളയണം. ഇത് മാത്രമല്ല, നെവയ്ക്ക് ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാണ് നെവയെ കൊണ്ടുപോകണ്ടേ? പിന്നെ നെവയ്ക്ക് ഇന്ന് സ്കൂളിൽ സദ്യയാണ്. നെവയ്ക്ക് ഇന്ന് സ്കൂളിൽ സദ്യ കഴിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകണ്ടേ? സദ്യ കഴിക്കാൻ എന്തോ കൊണ്ടുപോകണ്ടേ? ഇങ്ങോട്ട് നോക്കി പറഞ്ഞോ. സലാഡോ? നീ സലാഡ് കൊണ്ടാ സ്കൂളിൽ പോന്നെ? ടീച്ചർ ഇന്നലെ വിളിച്ച് പറഞ്ഞില്ലേ വാഴയില കൊണ്ട് ചെല്ലണമെന്ന്? നമ്മൾ എത്ര വാഴയില കൊണ്ടുപോകാൻ പോന്നെ? 2 വാഴയില. 1 നെവയ്ക്കും 1 നെവയുടെ ഫ്രണ്ടിനും. അപ്പൊ നമ്മൾ 2 ഇലയില, നമ്മളൊരു 5 ഇലയെങ്കിലും നമ്മൾ കൊണ്ടുപോകും. കാരണം എന്ന് പറഞ്ഞാൽ നെവയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവർക്കും ചിലപ്പോൾ ഇല കൊണ്ടുവരാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലയോ? അപ്പോൾ നമുക്ക് ഒരു 5 ഇല നമുക്ക് വെട്ടിക്കൊണ്ട് പോകണം. അവിടെ തക്കാളി നട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഹൈബ്രിഡ് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നട്ട് പിടിപ്പിച്ചേക്കുക. ഇവിടെ ഇത് നമ്മുടെ അബിയുമാണ്. ഒരു അബിയുമായിട്ട് ഞാൻ പൈപ്പ് ഓഫ് ചെയ്യോ? പൈപ്പ് ഓഫ് ചെയ്തേര്. കളിക്കണോ? എന്നാൽ കളിച്ചോ. എന്നാൽ കാലോടെ കഴുകി തരാം. മതി കളിച്ചതേ. ഇനിയിപ്പം നിന്നെ കുളിപ്പിച്ച് ഒരുക്കാൻ പോവല്ലയോ? നമുക്ക് വാഴയില വെട്ടാൻ പോയാലോ? കേട്ടില്ല. കുളിക്കേണ്ട ആവശ്യമില്ലെന്നോ? കുളിച്ചില്ല നമ്മൾ സ്കൂളിൽ പോകുന്നത്. കുളിച്ചിട്ട് നെവ എങ്ങനെ സ്കൂളിൽ പോകുന്നത്? ഇതിനെന്തോ പ്രത്യേകത? ഇന്ന് ഓണസദ്യ ആയതുകൊണ്ട് നെവ ഏത് ഉടുപ്പായിടുന്നേ? ഓണം ഡ്രസ്സായിടുന്നേ. ഓണം ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് എല്ലാവരെയും ഞങ്ങൾ നെവയുടെ ഓണം ഡ്രസ്സ് ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ തായ് ഹൈബ്രിഡ് പ്ലാവാണ്. കറക്റ്റ് 1 വർഷം ആയപ്പോൾ ഇതിൻ്റെ ഒരു വളർച്ച ചെയ്ത് 1 വർഷം ആയപ്പോഴത്തേക്ക് ഇത്രയും എത്തിയിട്ടുണ്ട്. ഇനിയൊരു ഇത് ഏകദേശം ഒരു 10 അടിക്ക് മേളിലുണ്ട്. ഒരു 15 അടി ഉയരം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്യും. ഇതിൻ്റെ മണ്ടഭാഗം വെട്ടി വെച്ചു. സൈഡിലായിട്ട് ശംഖുപുഷ്പം നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വെറൈറ്റി നട്ടിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് വേറൊരു വെറൈറ്റി നട്ടിട്ടുണ്ട്. ഞാനതിനെ കാണിച്ചു തരാം. നെവ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇത് നെവയുടെ ഒരു പഴയ ഭാവയായിരുന്നേ. അപ്പോൾ നെവ തന്നെ ഇതിന് അവളുടെ ഒരു പഴയ ഉടുപ്പൊക്കെ എടുത്തിട്ട് കൊടുത്ത് അവളുടെ സോക്സ് ഇട്ട് കൊടുത്ത് കൊണ്ട് നടക്കുവാണേ. ഇതിൻ്റെ ബാക്ക് വശമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കോ. വീട് പിടിച്ചോട്ടോ. ഞാൻ ഈ ശംഖുപുഷ്പം ഒന്ന് കാണിച്ചു തരാമേ. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള വന്നേ കളിപ്പിച്ചോട്ടോ. കണ്ടിത് ഒരു വെറൈറ്റി ആയത് നമ്മൾ കൊണ്ടുവന്നത് കോഴിക്കോട് നമ്മളൊരു മാമ്പഴത്തിൻ്റെ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ നിന്ന് വിത്ത് എടുത്തിട്ട് വന്ന വെറൈറ്റി ആയത്. ഇനി ഇതിൻ്റെ വേറൊരു വെറൈറ്റി അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. അതിവിടെ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആയത്. ഇനി ഇത് രണ്ടുമല്ല, അതൊരു ഡാർക്ക് കളർ വരുന്ന ഒരു വെറൈറ്റി കൊണ്ടുണ്ട്. അതുകൂടെ കാണിച്ചു തരാമേ. കണ്ടിത് ഇത് കുറേ അടുക്കുകളുള്ള ഒരു വെറൈറ്റി ആയത്. ഇത് കാണാൻ സൂപ്പറാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ശരിക്കും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇതിന് ഒരു കമ്പൊക്കെ നമ്മൾ വെച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് പടർത്തിയെടുക്കാം. അപ്പോൾ ഇത് പടർന്ന് കയറിയിരിക്കുന്നത് നമ്മൾ നട്ട സൺഫ്ലവറിനകത്താണ് ഇത് പടർന്ന് കയറിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സൺഫ്ലവർ ഇവിടെ കുറച്ച് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം നശിച്ചു പോയി. ഇത് കുറേ നാൾ മുമ്പിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ നശിച്ചു പോയി. അതിന് ശേഷം ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇവിടെ പടർന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൺഫ്ലവർ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലുണ്ടായിരുന്ന പൂ നെവയാണ് പറിച്ചു കളഞ്ഞത്. നേരെ ഇതിനകത്ത് ഒരുപാട് പൂക്കൾ ഈ ഒരു ചെടിക്കകത്ത് ഉണ്ടായിട്ടുണ്ടേ. നെവ നമുക്കിനി ഇലവട്ടം പോയാലോ? എന്തി പോവാം. അപ്പോൾ നമ്മൾ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം കുറച്ച് ഗ്രോ ബാഗ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബീൻസ് നടാൻ വേണ്ടിയിട്ടാണ്. ഈ ബീൻസ് ഇതിനകത്ത് വിത്ത് നേരിട്ട് പാകുകയാണ് ചെയ്യുന്നത്. അതായത് ബീൻസിൻ്റെ സീഡാണേ.
ഇതാണ് ബീൻസിൻ്റെ സീഡ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എനിക്ക് ബീൻസ് കൃഷി ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെവയ്ക്ക് തരാം. അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും എല്ലാം നിറച്ച് ഇതിനകത്ത് നമ്മൾ നേരിട്ട് നടുക ചെയ്യുന്നത്. നമ്മൾ ഒരു സൈഡ് എടുത്തിട്ട് ഒറ്റ ഒരു സൈഡ് എടുത്തിട്ടെ എടുത്തോ, അതിലിട്ടോ കേട്ടോ. അതിലിട്ടോ, എന്നിട്ട് അതിന് മണ്ണിട്ട് കൊടുത്തോ. മണ്ണിട്ട് കൊടുക്കുക, അതിനിങ്ങനെ മണ്ണിട്ട് കൊടുക്കുക. സൈഡിൽ നിന്ന് മണ്ണിട്ട് കൊടുക്കുക. വെരി ഗുഡ്. ഇതിനകത്ത് ഇതിലെടുത്തുണ്ടോ ഈ സൈഡ് അത് കിട്ടേ. മണ്ണിട്ട് കൊടുത്തോ. വെരി ഗുഡ്. കഴിഞ്ഞു പോളാം. ഇനി കഴിഞ്ഞ് നമുക്ക് ഈ സീഡ് ബാക്കി ഇനി നമുക്ക് ഒരുപാട് സീഡുണ്ട്. എടുത്തോ. ഇനി നമ്മുടെ ആർക്കെങ്കിലും ബീൻസിന്റെ സീഡ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എൻ്റെ കയ്യിലുള്ള സീഡ് ഞാൻ അയച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഇല്ല, 1-2 പേർക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ടുള്ള സീഡ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അയച്ചു തരാം. ഇത് ഹൈബ്രിഡ് സീഡാ, നല്ല റിസൾട്ട് ആയിരിക്കും. ഇനി നമുക്ക് വാഴയില വെട്ടാനായിട്ട് പോകാം. ഓക്കെ, ഇത് നമ്മുടെ കറിനാരകമാണ്. ഓണത്തിന് നമ്മൾ കറി വയ്ക്കുന്ന നാരങ്ങ. അതായത് കേട്ടോ, ഇത്രയും വലിപ്പത്തിലായിരിക്കും ഈ നാരങ്ങ പിടിക്കുന്നത്. മലബാർ സൈഡിലോട്ട് ഇതെന്തോ പറയുന്നതെന്ന് എനിക്ക് ശരിക്കും പേരറിയത്തില്ല. അപ്പോൾ ഇതാ നമുക്ക് ഇല വെട്ടാനായിട്ട് പോകാം. നമുക്ക് ഈ ഒരു ഇല വെട്ടാമേ. ഇത് നെവയ്ക്കല്ല, ഇത് നെവയുടെ ഫ്രണ്ടിന്. ഇത് നെവയുടെ ഫ്രണ്ട് ഭൈരവന്. ഭൈരവന് നമ്മൾ വലിയൊരു ഇലാൻ വെട്ടുക. ഇത് ഭൈരവന് പിടിക്കും. ഓക്കെ, ഇത് നെവയ്ക്ക് പിടിച്ചോ. കളയല്ലേ. ഇനി നമുക്ക് കുറച്ച് ഇലയും കൂടെ വെട്ടിക്കൊണ്ട് അയ്യോ കറപറ്റി, ഉടുപ്പിൽ കറപറ്റി. സാരമല്ല, ഉടുപ്പ് പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. സന്തോഷമായില്ലോ. അപ്പയാ നിന്റെ തന്നെ, അപ്പയുടെ കയ്യിലെ തെറ്റാടി സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പയുടെ കയ്യിലെ തെറ്റാ. ഇത് പിടിച്ചോ. ഇത് നമുക്ക് എന്നാ ഇവിടുന്നില്ലേ. ഇത് നമുക്ക് ഇത് നെവയ്ക്കല വെട്ടിയല്ലേ. എന്നാൽ ഒരെണ്ണം ഭൈരവനും ഒരെണ്ണം ഹിമാസഫോറയ്ക്കും വെട്ടാം. എന്താ പറയുന്നത്? നമ്മൾ എത്ര ഇലയാണ് കൊണ്ടുപോകുന്നേ? 2 അല്ല, നല്ല ഇളം വാഴയിലേക്കാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത്. നെവ ഇതിനകത്ത് കിട്ടുന്ന ചോറ് മൊത്തം നീ കഴിക്കണം കേട്ടോ. ടീച്ചർ ഒരുപാട് ചോറ് ഇട്ട് തരുവേ. ഒന്നും നോക്കട്ടെ, ഓള് ധൈര്യമായിട്ട്. ഇനി നമുക്ക് ഞാലിപ്പൂവൻ നിൽക്കുന്നൊരു സൈഡുണ്ടേ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇല വെട്ടാൻ പറ്റും. നമുക്ക് ഈ ഇല വെട്ടിയാലോ? ഇത് ആർക്കാന്ന് ചോദിച്ചാൽ അപ്പയ്ക്ക് നിന്റെ ഫ്രണ്ട്സിന്റെ പേരറിയത്തില്ലേ. എല്ലാവരുടെയും പേരറിയത്തില്ല. എനിക്ക് ആകെ അറിയാവുന്ന ഭൈരവനെ അറിയാം, ഹിമാസഫോറെ അറിയാം, പിന്നെ വേറെ ഒരാളെയും കൂടെ അറിയാമല്ലോ. നിന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ട് വരുന്ന ഒരാളുണ്ടല്ലോ. നെവേ വാ 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 വാ. നിനക്ക് ചോറൊക്കെ ഉണ്ണിയോ? എന്നാ ഒരല്ല, നമുക്ക് ഒരു ഉണ്ണിക്കൂടെ ഒരല്ല വെട്ടാം. ഈ ഒരല്ലേ കൂടെ നമുക്ക് വെട്ടിയിട്ട് പോവാം. ഇത് ടീച്ചർ പോരെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് പടപെടാൻ പോയി നമുക്ക് അങ്ങ് ഒരുങ്ങാം. ഞങ്ങളിനി റെഡി ആയിട്ട് നെവ അങ്ങനെ റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാനായിട്ട്. ചക്കര ഉമ്മ. നെവയുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നെവയുടെ അമ്മ ഡിസൈൻ ചെയ്ത് പുള്ളിക്കാരി തയ്പ്പിച്ചിട്ട് ഉടുപ്പാണേ. നെവയുടെ ഡ്രസ്സ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 10:30 എൻ്റെ ഓഫീസ് ടൈം. നെവയെ സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാനായിട്ട്. ടാറ്റാ ടാറ്റ പറ ടാറ്റ.